Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ആ ഒരു റമദാനിലെ ഒരു പുതുക്കത്തിലായിരുന്നു നമ്മൾ. അപ്പൊ അന്ന് ഞാൻ ഖുതുബയിൽ വളരെ ബോധപൂർവം സൂചിപ്പിച്ചിരുന്നു, നമ്മൾ റമദാനിനെ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട പറയും. അപ്പൊ അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, കാലവും സമയവും ഒക്കെ വളരെ പെട്ടെന്നാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ റമദാനിലെ വെള്ളിയാഴ്ചയിൽ എത്തിയപ്പോൾ 9ാമത്തെ നോമ്പിൽ നമ്മൾ എത്തി. അഥവാ 3 കഷ്ണമാക്കി റമദാനിനെ മാറ്റിയാൽ അതിലെ ഒരു കഷ്ണം ഇനി വിട പറയാൻ ഇന്ന് നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നതോടുകൂടി 10ാമത്തെ തറാവീഹും നമ്മൾ പൂർത്തിയാക്കി. അപ്പൊ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു 10 ദിവസം എങ്ങനെയുണ്ടായിരുന്നു റമദാൻ? നമ്മൾ തുടങ്ങിയ ഒരു ആവേശം, ആ ഒരു ആവേശം ഇബാദത്തുകളിൽ നമുക്ക് പ്രകടമാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചുവോ? ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ അമലുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചുവോ എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തേണ്ടത്. അപ്പോഴാണ് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് റമദാൻ തീരുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. പക്ഷേ ഈ ഉമ്മത്ത് അതിനെ മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. അവസാനമാകുമ്പോഴേക്ക് ആളുകളുടെ ശ്രദ്ധ പെരുന്നാളിലേക്ക് മാറും. ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങൾ അത് വരുന്നത് അവസാനത്തെ 10ലാണ്. അവസാനത്തെ 10 ആകുമ്പോഴേക്ക് ജനങ്ങളെല്ലാം ഈ റമദാനിൽ നിന്ന് വിട പറഞ്ഞ് അവർ അടുത്ത ഒരു സമയത്തേക്കുള്ള തയ്യാറെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു ഖേദമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പുനരാലോചന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഖുർആൻ എത്ര പാരായണം ചെയ്തു, നമുക്ക് എത്ര സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞു, അതേപോലെ തന്നെ അവശരായ, അശരണരായ, യതീമുകളായ, വിധവകളായ എത്ര ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ റമദാനിന്റെ പകൽ ഉറങ്ങിയിട്ടാണോ തീരുന്നത്, അതല്ല സജീവമായ ആരാധനകളാൽ അത് മുഖരിതമാണോ? എത്ര ജമാഅത്തുകൾ നമ്മൾ കണിശമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്? രാത്രി നമസ്കാരങ്ങൾ എന്തെങ്കിലും ഒഴിവായോ? എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചോ? എടുക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് കൃത്യമായ ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമോ എന്നുള്ള
ഒരു ചിന്ത നമുക്ക് വേണം. നമുക്ക് വൈകിയിട്ടില്ല, ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്, അള്ളാഹുവും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവപൂർവ്വം നമ്മളെല്ലാവരും ഉറ്റാലോചിക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൂചിപ്പിച്ചു: കുല്ലു ഇബ്നി ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബുൻ. ആദമിന്റെ സന്തതികൾ തെറ്റ് ചെയ്യുന്ന പ്രകൃതക്കാരാണ്. തെറ്റ് ചെയ്യുന്ന മനസ്സുമായിട്ടാണ് അവരെ അള്ളാഹു പടച്ചിട്ടുള്ളത്. അവരുടെ മനസ്സ് തെറ്റിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഒരു നന്മയും ഒരു തിന്മയും അവരുടെ മുമ്പിൽ വെച്ചാൽ തിന്മയോടാണ് അവർക്ക് ആഭിമുഖ്യം ഉണ്ടാവുക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. ആ ചരിത്രം പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ നാവിലൂടെ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനസ്സ് കൊതിക്കുന്നത്, കൽപ്പിക്കുന്നത് ഇത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത്. നമ്മളൊക്കെ തെറ്റ് ചെയ്യല്ലോ, അള്ളാന്റെ റസൂലും അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയല്ല നമ്മൾ കരുതേണ്ടത്. അതിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം വഖൈറുൽ ഖത്താഈന അത്തവ്വാബു. അങ്ങനെ തെറ്റ് സംഭവിച്ചു, കുറ്റം ചെയ്തുപോയി, പാപം ചെയ്തുപോയി. അങ്ങനെ സംഭവിച്ചാൽ അവരിൽ ഉത്തമനായ വ്യക്തി എന്ന് പറയുന്നത് അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു വാക്കാണ് തൗബ എന്ന് പറയുന്നത്. ചെയ്തു പോയതിൽ ഖേദം തോന്നുക, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം, അത് പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കടപാടുകളാണെങ്കിൽ അത് പൂർത്തീകരിക്കുക. ഇതൊത്തു വന്നാൽ അത് തൗബയായി മാറി. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തെറ്റും ചെയ്യാത്തവരല്ല. തെറ്റുകൾ ധാരാളക്കണക്കിന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ത്? നിങ്ങളുടെ പ്രകൃതം അത് തെറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ അതിനങ്ങനെ തുടർന്നു പോകലല്ല വേണ്ടത്. പിന്നെയോ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, നിങ്ങളിൽ ഉത്തമനായ വ്യക്തി എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവനാണ്. മാത്രമല്ല, ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല. അജ്ഞതയാൽ തെറ്റ് ചെയ്ത ആളുകളെ തൗബ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയുകയേ വേണ്ടു, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുകയേ വേണ്ടു. അങ്ങനെ പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാം വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു അല്ലേ? അനുവദനീയമായ ഹലാലായ ഭാര്യയോട് പോലും റമദാനിന്റെ പകലിൽ ലൈംഗികമായ വൃത്തി അല്ലെങ്കിൽ ചേഷ്ടകൾ അതൊന്നും പാടില്ല എന്ന് കർശനമായി വിലക്കി. അവൾ നമ്മുടെ അടുത്തുണ്ട്, നമ്മളും അവളുടെ അടുത്തുണ്ട്. പക്ഷെ ഒറ്റ കാരണത്താലാണ് നമ്മൾ മാറി നിൽക്കുന്നത്. എന്താ കാര്യം? എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു കൽപ്പനയ്ക്ക് മുമ്പിൽ നമുക്ക് മറ്റൊന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇതെന്റെ അവസാനത്തെ റമദാനാകുമ്പോൾ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്നെ ഹാജരാക്കുമ്പോൾ, അള്ളാഹുവെ ആളുകൾ കേട്ടാൽ അറക്കുന്ന ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം മറച്ചു വെക്കണേ എന്നുള്ളൊരു അപേക്ഷ, അത് പറയാൻ പറ്റിയ ദിനരാത്രങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു തആല പറയും, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരരുത്. എന്നപ്പോ കുറെ നന്നായിട്ട് അത് എന്നെ കൊണ്ട് എനിക്ക് പറ്റിയ പണിയല്ല അതൊന്നും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് വിശദീകരിക്കുമ്പോൾ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാണ്. 100 മനുഷ്യരെ കൊന്ന ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അതിന്റെ ബയാനിൽ കൊടുക്കുന്ന ഹദീസാണ്. 100 മനുഷ്യനെ കൊന്നു ഒരാൾ.
അയാൾ തൗബക്ക് വേണ്ടി നമ്മുടെ ഫിത്തറത്ത് എന്ന് പറയുന്ന ഒരിക്കലും തെറ്റിനോട് ചേർന്നതല്ല. അള്ളാഹ് നമ്മളെ സെറ്റ് ചെയ്തത് അങ്ങനെയാണ്. ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാൽ അതിങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. നല്ലത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അത് എനിക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ മുതൽ നല്ലതാണ്, അത് മറ്റുള്ള ആൾക്കാരുടേതല്ലേ, മറ്റുള്ളവന്റെ വേർപ്പല്ലേ, ഇത് നമ്മളിങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് അള്ളാഹ് പടച്ച ഫിത്തറത്താണ്. അള്ളാഹു നമ്മളെ പടച്ച ഫിത്തറത്താണ്. ആ ഫിത്തറത്ത് ഏശാത്ത ആൾക്കാരാരാ? ഇത് അലോസരപ്പെടുത്താത്തതാരാ? അതിൽ തന്നെ മൂടുറച്ചു പോയ ആൾക്കാരാണ്. മനസ്സ് മൊത്തം കറയായി പോയ ആളുകളാണ്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാലും നീ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് മനസ്സ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അള്ളാഹ് പറയും, എന്റെ അടിമകളെ, ആ ആയത്തിന്റെ പ്രയോഗം നോക്കൂ. സ്വന്തങ്ങളോട് ഇസ്രാഫ് കാണിച്ച, അതിര് കവിഞ്ഞ് പ്രവർത്തിച്ച ആളുകളെ ഇല്ല തക്കനെ തൂങ്ങ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ കാരണത്തിൽ ഒരിക്കലും നിരാശ ബാധിക്കരുത്. അപ്പൊ ഒരു പണ്ഡിതനായ വ്യക്തിയോട് ചോദിക്കണം, എനിക്കിനി തൗബുണ്ടോ? ഇത്രയും മനുഷ്യന്മാരുടെ ജീവൻ എടുത്തു ഞാൻ, എനിക്കിനി തൗബുണ്ടോ? എന്നെ അള്ളാഹു സ്വീകരിക്കും? അപ്പൊ ആ പണ്ഡിതനായ വ്യക്തി പറയും, എന്താ സംശയം? നീ എന്ത് ചെയ്യണം? ഈ ജീവിക്കുന്ന നാട്ടിൽ ഇനി ജീവിക്കാൻ പാടില്ല. ആ നാടാണ് നിന്നെ കൊറ്റവാളിയാക്കിയത്, കൊലയാളിയാക്കി മാറ്റിയത്. അങ്ങനെ നമുക്കുണ്ടാവുമല്ലോ. ചില മൊബൈൽ കണ്ടാൽ നമുക്കൊരു അസ്വസ്ഥത തോന്നും, ചില ആൾക്കാരുടെ സമ്പത്ത് കണ്ടാൽ, ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ കണ്ടാൽ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നീ പോണം. ആളുകൾ നന്നായി ജീവിക്കുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലേക്ക് ഈ പണ്ഡിതനായ വ്യക്തി വഴി പറഞ്ഞു കൊടുത്തു. പോകുന്ന വഴിക്കാണ് മരണം സംഭവിക്കുന്നത്. അള്ളാഹുവിനോട് അവലാതി പറയുന്ന രംഗമുണ്ട് ഹദീസുകളിൽ. റഹ്മത്തിന്റെയും അദാബിന്റെയും മലക്കുകൾ. ഇയാൾ 100 ആളെ കൊന്നതല്ലേ, ഇയാള് ശിക്ഷ അർഹനാണ്. അല്ല, റഹ്മത്തിന്റെ ആളുകൾ പറയണം, പശ്ചാത്താപം മനസ്സുണ്ട്. അങ്ങനെ അള്ളാഹു തീർപ്പ് പറയണം. എവിടേക്കാണ് ഇയാൾ അടുത്ത് നിൽക്കുന്നത്? അയാൾ അവിടുത്തുകാരനാണ്. അളന്നു നോക്കുമ്പോ ഇയാൾ വിചാരിച്ച് നിയ്യത്താക്കിയ നാടിനോടാണ് ഒരു ഷിബ്ർ എന്ന ഹദീസിലുണ്ട്, ഒരു ചാൺ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ അയാൾ റഹ്മത്തിന്റെ മലക്കുകൾ ഏറ്റെടുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ മുമ്പിൽ ഒന്നുമില്ല, പടപ്പുകളല്ലേ പൊറുക്കാത്തതുള്ളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. പടപ്പുകളായ ആളുകളുടെ അഭിമാനം കവർന്നിട്ടുണ്ടോ? മുതൽ കവർന്നിട്ടുണ്ടോ? അവരെ കായികമായിട്ട് നമ്മൾ കയ്യേറ്റം ചെയ്യുന്നുണ്ടോ? അവരുടെ ഉള്ള ഒരു ഷർത്താണ്, അവരെ തൃപ്തിപ്പെടുത്തണം. ചെയ്തത് അബദ്ധമായി, പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ മുതൽ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളെ പടപ്പുകളായ ആളുകളെ പൊരുത്തപ്പിടിച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പിന്നെ വാതിൽ കൊട്ടിയടക്കലില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്തല്ലേ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ആ ഒരു കഥ പറയുന്ന ഒരു സൂറത്ത് നമുക്കൊക്കെ അറിയാലോ. അല്ലാഹു സുബ്ഹാനഹു തആല അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കിടങ്ങിലെ ആൾക്കാരുടെ ചരിത്രം പറഞ്ഞു തരാണ്. ഞാൻ ദീർഘമായിട്ട് അതിന്റെ സൂറത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകില്ല, ഒരു സൂചന നൽകാൻ. എന്താ കിടങ്ങിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, അത് പല വിധത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിന്റെ രത്ന ചുരുക്കം ഇതാണ്. അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു? ആ വിശ്വസിച്ച ആളുകളെ പിടിച്ച് വലിയ തീ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുക. അതാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ വന്നു, ഒരു ഉമ്മ ഒരു കുഞ്ഞുമായിട്ട് വന്നു. ആ കുഞ്ഞുമായിട്ട് വന്നപ്പോൾ കുട്ടി സംസാരിച്ചു എന്നാണ്, ഉമ്മ അൻതി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ മേലാണ്, ചാടിക്കോളി, ഒരു പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനെ പല വിശദീകരണങ്ങളും കാണാൻ കഴിയും. ആ ഉഖ്ദൂദിന്റെ ആളുകൾക്ക് പോലും ഈമാനികളായതിന്റെ പേരിൽ ഈ മനുഷ്യന്മാരെ തീയിലിട്ട് അവർ കത്തി നിലവിളിക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിച്ച മനുഷ്യന്മാരോട് പോലും ആ ചരിത്രം പറഞ്ഞതിന്റെ ശേഷം നമുക്ക് കാണാം, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സുമ്മ ലം യതൂബു. അവർ തൗബ ചെയ്താൽ പോലും, അവർ തൗബ ചെയ്തിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്, അവർ തൗബ ചെയ്താൽ പോലും അള്ളാഹുവിന് അത് മതി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, എന്തൊരു കാരുണ്യവാനാണ് നമ്മൾ, എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട മകൻ ആളുകളുടെ മുമ്പിൽ നമ്മൾ അവഹേളിച്ചു, പ്രിയപ്പെട്ട മകൾ
അവൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, നമ്മൾ അപമാനിതരായി, നമ്മുടെ കുടുംബം അപമാനിക്കപ്പെട്ടു. നമുക്ക് പൊറുക്കാൻ കഴിയും? ഒരു ചെറിയൊരു സംഭവമാണ് ദുനിയാവിൽ നടക്കുന്ന സംഭവം വെച്ച് നോക്കുമ്പോൾ, അല്ലേ? അള്ളാഹുവിന്റെ വായു ശ്വസിച്ചു. ഈ വായുവിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണ്? അത് ICUവിന്റെ മെഷീനിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് അതറിയാം, അല്ലെ? വെന്റിലേറ്ററിൽ അതിനുവേണ്ടി മൽപ്പിടുത്തം നടത്തുന്ന ആളുകൾക്കറിയാം അതിനെത്ര വിലയുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അറിയാം അതിനെത്ര പൈസയുടെ മൂല്യമുണ്ട് എന്നുള്ളത് അറിയാം, അല്ലേ? അള്ളാഹ് നമ്മളോടൊന്നും ചോദിച്ചില്ല. ശ്വസിക്കാനുള്ള വായു യഥേഷ്ടമുണ്ട്, ഒരു തടസ്സമില്ല. അതേപോലെ തന്നെ ജീവിക്കാനുള്ള മണ്ണുണ്ട് ഇവിടെ. നമുക്ക് ഈ മണ്ണിൽ എന്തും പ്രവർത്തിക്കാം, അല്ലെ? ആ റബ്ബിനോട് ഒരു തെറ്റു ചെയ്താൽ, ഒരു വെള്ളം കൊടുക്കുന്ന ഒരു മിണ്ടാപ്രാണി, ആ മിണ്ടാപ്രാണി പോലും ഒരു നന്ദികേട് ചെയ്താൽ സഹിക്കാത്ത മനസ്സാണ് നമ്മുടേതെങ്കിൽ ആ റബ്ബ് എത്ര കാരുണ്യവാനാണ്. അള്ളാഹ് എന്ന പേരുണ്ടെങ്കിൽ അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ശ്വാസം വലിച്ച മനുഷ്യൻ വലിയ വായിൽ പറയും, അല്ലെ? അള്ളാഹ് നിനക്ക് കുട്ടിയുണ്ട് എന്ന് പറയുന്നു, അതും മാലയായി കഴുത്തിൽ അണിഞ്ഞു നടക്കും. അള്ളാഹ് നിന്നിലേക്ക് അങ്ങനെ എത്താൻ കഴിയില്ല. അങ്ങനെ കല്ല്, മുരട്, മൂർഖൻ പാമ്പ്, ചിത്രങ്ങൾ, അതിന്റെ മുമ്പിലൊക്കെ കുമ്പിടുന്ന മനുഷ്യന്മാർ. ആ മനുഷ്യൻ ശ്വസിക്കുന്നത് ആരുടേതാണ്? ആ വായുവടക്കം ഉടമസ്ഥന്റേതാണ്. ആ ഉടമസ്ഥനോട് ഇങ്ങനെ പോലും നന്ദി ചെയ്തിട്ട് അള്ളാഹ് പറയൻ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശ വരരുതേ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു വനിത, ഒരു മഹദി, ഒരു കുഞ്ഞുമായിട്ട് വന്ന ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്താ കാര്യം? വിചരിച്ചു പോയതാണ്. നമുക്കറിയാം ഒരു ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായി നടിക്കാതെ പല തവണ ഒഴിവാക്കി. പക്ഷേ മനസ്സിൽ ഈമാൻ ദൃഢമായ മഹദിക്ക് ദുനിയാവിലെ ഈ ശിക്ഷ വാങ്ങാതെ പാരത്രിക ലോകത്ത് എന്താ ശിക്ഷയുള്ളത്? മേറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തതാണ് നഗ്നകളും നഗ്നന്മാരുമായ പുരുഷന്മാർ, അല്ലേ? റമദാൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ, നിന്റെ മൊബൈലിൽ നിന്ന് നിനക്ക് കണ്ണെടുക്കാൻ കഴിയണം. ആരുമില്ലാത്ത സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ കഴിഞ്ഞേ മതിയാകൂ. അതിന്റെ പരിശീലനം റമദാനിന്റെ പകലിൽ നമുക്ക് കിട്ടുകയാണ്. നമ്മളാരും അതിൽ പതറുന്നില്ല, നമുക്ക് അസ്വസ്ഥതയില്ല. മൊബൈലിന്റെ കാഴ്ചകളും ചിത്രങ്ങളും ഇല്ലെങ്കിലും നമ്മൾ സബൂറാണ്, അല്ലേ? നമുക്കത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. കാര്യം എന്താണ്? എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ 11 മാസം എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയാൻ ന്യായമുണ്ടോ പ്രിയപ്പെട്ടവരെ? റമദാനിന്റെ പകൽ മുഴുവൻ ഇതിൽ നിന്ന് നമ്മൾ കണ്ണെടുത്തു, അല്ലേ? ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് പരിചയമില്ലെങ്കിലും നമ്മൾ വിടാതെ അതിനെ കൂടി, അതിനെ വളച്ച് പാരായണം ചെയ്ത് അതിന്റെ പിന്നാലെ ശ്രമിച്ച് വലിയ പുണ്യമാണ് പറഞ്ഞത്. ഖുർആൻ ഓതാൻ അറിയാത്ത ആള് അയാൾ തപ്പിത്തടഞ്ഞു ഓതി, അതിന്റെ കാരണമായി അള്ളാഹു നൽകുന്ന പുണ്യം വളരെ പവിത്രമാണ്, വമ്പിച്ചതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മഹദി വന്നിട്ട് പറയണം അല്ലാഹുവിന്റെ റസൂലെ ഹദ് നടപ്പിലാക്കണം. അപ്പോഴോ സ്വഹാബത്തിനോട് കുട്ടിയെ ഏറ്റുവാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് കല്ലെറിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് തട്ടിയ രക്തം തട്ടിയപ്പോ ആ ശുദ്ധമായ മനസ്സ് പ്രതികരിച്ചു, ഒരു വ്യഭിചാരിണിയുടെ രക്തമാണല്ലോ റസൂലെ എന്റെ മേലേക്ക് പതിച്ചത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തൽ കൊടുത്തു, പറയല്ല ഉമറേ, മദീനത്തെ 70ഓളം കൊടുപ്പാപികൾക്ക് ഇവരുടെ തൗബ വീതിച്ചു കൊടുത്താൽ അവർക്കൊക്കെ അത് മതിയാകുന്നതാണ്. ആ ഒരു ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വപ്നം കാണേണ്ടത്, അല്ലേ? നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ആ ഒരു യഖീനിലേക്ക് എത്താൻ കഴിയണം. അതിന് റമദാൻ നമ്മൾ പര്യാപ്തമാക്കണം. അള്ളാഹു അതിനെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല റമളാനിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, നേരത്തെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചു പറയാം. മൻ സാമ റമളാൻ, ഒരാൾ റമളാനിൽ നോമ്പെടുക്കുന്നു, ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖാമ റമളാൻ, ഒരാൾ റമളാനിൽ രാത്രി നിസ്കരിക്കുന്നു, ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി, ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. അള്ളാഹു റമളാനിലെ ഓരോ സന്ദർഭങ്ങളും പാപങ്ങളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഒരുക്കിയതെങ്കിൽ ആ സമ്മാനത്തെ സ്വീകരിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. നമ്മളെ പേര് വിളിച്ചു, സ്റ്റേജിലേക്ക് വിളിച്ചു, പഠിപ്പിച്ച അധ്യാപികമാർ പ്രോത്സാഹനം നൽകി. പക്ഷേ ഈ കുട്ടി മടി കാണിക്കുന്നുവെങ്കിൽ എന്താ കുട്ടിയെ കുറിച്ച് നമ്മൾ പറയാം? ഒരു വലിയൊരു സദസ്സിന്റെ മുമ്പിൽ എല്ലാവരും കാണുക, ലോകം മൊത്തം കാണുന്നുണ്ടത് ലൈവായിട്ട്. പക്ഷെ ഈ കുഞ്ഞു മാത്രം സ്റ്റേജിലേക്ക് കയറുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ അള്ളാഹു വിശ്വാസികളെ മാടി വിളിക്കാൻ അവസരങ്ങൾ വെച്ചു കൊടുത്തിട്ട്, ദാ ഇന്നത് ചെയ്തോ, എന്റെ പാപങ്ങളെ പുറത്തു തരാം, ഇന്നത് ചെയ്തോ, പാപങ്ങളെ പുറത്തു തരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് മഗ്ഫിറത്ത് കിട്ടിയില്ല റമളാൻ കഴിഞ്ഞിട്ട്. അതായത് റമളാനിൽ മൊത്തം മടി പിടിച്ചിരുന്നു, ആരാധനാ കർമ്മങ്ങൾക്ക് അവർ ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ഓർമ്മിപ്പിക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ തൗബതൻ നസൂഹ, ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്യണം. എങ്ങനെ ആത്മാർത്ഥമായി തൗബ? അള്ളാഹുവിനെ ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി. ഓരോ മനുഷ്യനെയും വ്യത്യസ്തങ്ങളായ തെറ്റിന്റെ വഴികളിലാണ് ഉണ്ടാവുക. അതിലേക്ക് ഇനി ഞാൻ ഒരിക്കലും പോവുകയില്ല റബ്ബേ എന്നൊരു തീരുമാനം, അതിന് പറ്റിയ സമയം. ചുറ്റുപാടും മൊത്തം നമുക്ക് അനുകൂലമാണ്, നമ്മുടെ നാടും വീടും പരിസരവും എല്ലാം അനുകൂലമാണ്. നന്മയുടെ വിളക്കുകളാണ് എവിടെയും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹ് എനിക്ക് നീ പുറത്തു തരണേ എന്നൊരടിമ ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ഏതാണെന്നറിയോ? മരുഭൂമിയിലൂടെ അതിന്റെ വിജനത നമുക്കറിയാം, അതിൽ പെട്ടുപോയാലുള്ള അവസ്ഥയെക്കുറിച്ചറിയാം. ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടും അതിലൊക്കെ പെട്ടുപോയ മനുഷ്യന്മാരുടെ അപകടകരമായ അവസ്ഥകളെ കുറിച്ച് വായിച്ചും കേട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ യാത്ര പോവാണ്, ഒരു ഒട്ടകത്തെ പിടിച്ച് അയാൾ യാത്ര പോവാണ്. അയാൾക്ക് കഴിയേണ്ടത് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് അയാൾ പോകുന്നത്. അങ്ങനെ ഒരു യാത്രയിലാണ് ഒരു സന്ദർഭം കിട്ടിയപ്പോൾ, അയാൾക്കൊരു വിശ്രമിക്കാൻ പറ്റിയ ഒരു ഇടം കിട്ടിയപ്പോൾ അയാളവിടെ വിശ്രമിച്ചു. എഴുന്നേറ്റ് നോക്കുമ്പോൾ താൻ കൂടെ കൊണ്ടുവന്ന മൃഗത്തെ കാണാനില്ല, തന്റെ യാത്രാ വാഹനത്തെ കാണാനില്ല. അങ്ങനെ വിഷണ്ണനായി വിഷമിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു. അയാൾ തളർന്നു. കാരണം ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങേയറ്റം പ്രയാസകരമാണ്. ഒറ്റപ്പെട്ടുപോയി, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ അയാൾ വിഷമത്തോടു കൂടി അയാൾ ഇരിക്കുന്ന സമയത്താണ് ആ മൃഗം ദൂരെ നിന്ന് ഓടി വരുന്നത്. അങ്ങനെ അയാൾ വിളിച്ചു പറഞ്ഞു, സന്തോഷത്തിന്റെ ആധിക്യത്താൽ അയാൾ വിളിച്ചു പറഞ്ഞു, റബ്ബേ, നീ എന്റെ അടിമ, ഞാൻ നിന്റെ യജമാനൻ. സന്തോഷത്തിൽ തെറ്റിപ്പോയതാണ്. അപ്പൊ ആ ഒരു സന്തോഷം തന്റെ ഒരു യാത്രാവാഹനത്തെ കിട്ടി. ആ യാത്രാവാഹനത്തെ കിട്ടിയപ്പോ ആ ഒരു മനുഷ്യനുണ്ടായ സന്തോഷമാണ് എന്ന് അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോ, അള്ളാഹുവിനുണ്ടാവുക എന്ന് പറയുമ്പോൾ, ആ റബ്ബ് എത്ര കാരുണ്യവാനാണ് പ്രിയപ്പെട്ടവരെ, എത്രമേൽ നമ്മളോട് റഹ്മത്തുടയവനാണ്, എത്രമേൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റമളാൻ അത് ഹൽക്കകളും ദിക്റുകളും അതേപോലെ തന്നെ മജ്ലിസുകളുമല്ല.
റബ്ബിനോട് നമുക്ക് പറയാനുള്ള അവസരങ്ങൾ, അത് രാത്രികളിലൊക്കെ ഇഷ്ടം പോലെ സമയം വരുന്ന ദിനരാത്രികൾ നമ്മൾ കാത്തിരിക്കുന്നു. തുടങ്ങണം നമ്മൾ. അങ്ങനെ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റമദാനിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ നമ്മളൊരു മദ്രസ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു പള്ളിയോട് ചേർന്ന് നമുക്കൊരു മദ്രസ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനീപരമായി ഒരു വിടവ് തന്നെയാണ്. കാര്യം, നമ്മൾ എവിടെയും ഒരു നാട്ടിൽ അവിടെ വരുന്ന ഒരു യുവതലമുറ, ആ യുവതലമുറക്ക് കൃത്യമായി തർബീയത്ത് നൽകുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ മദ്രസകൾ. അത് കൃത്യമായി ആ ചെറുപ്പത്തിൽ തന്നെ കുത്തിവെക്കുന്നത്, അത് കല്ലിൽ കുത്തിവെച്ചതുപോലെയാണ് ദീനിന്റെ അധ്യാപനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ നിലക്കുള്ള ഒരു പരിശ്രമം ഏതൊരു പള്ളികൾ സ്ഥാപിക്കുമ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ ഈ റമദാനിന് ശേഷം അത് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രക്ഷിതാക്കളൊക്കെ തങ്ങളുടെ മക്കളെ അതിലേക്ക് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നോമ്പുകാരി മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയിൽ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാത്രി നിസ്കാരങ്ങൾ, ഞങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകൾ, അള്ളാഹുവെ, നാളെ ഉഖ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ വാരി ഉണർന്ന നന്മകളാക്കി ഞങ്ങളുടെ രേഖകളിൽ നീ നിറച്ചു തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്വതക്കകളെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. اللهم صل